നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള പ്രതിസന്ധികൾ ഒന്നൊന്നായി നീങ്ങുമ്പോൾ പഴയ നിലയിലേക്ക് തിരിച്ചെത്താൻ കാത്തിരിക്കുകയാണ് പ്രവാസ ലോകം. എന്നാൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് കടക്കാനുള്ളത് വലിയ കടമ്പകൾ. പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഗൾഫ് എയർ ഉൾപ്പെടെ കുറച്ചിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസിന് കുലുക്കമില്ലെന്ന് വ്യാപക പ്രചാരണം. ബഹ്റൈനിൽ ഡിസംബർ 31 വരെയുള്ള ഷെഡ്യൂളിൽ 204 ദിനാറിനടുത്താണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടിക്കറ്റ് നിരക്ക് എന്നത്. അതേസമയം ഗൾഫ് എയർ വിമാനത്തിൽ ഇപ്പോൾ കോഴിക്കോട് നിന്ന് 174 ദിനാറിനും കൊച്ചിയിൽ നിന്ന് 172 ദിനാറിനും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഗൾഫ് എയർ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സാമൂഹ്യ സംഘടനകൾ ബഹ്റൈനിലെ പാർലമെന്റ് അംഗങ്ങളെയും ട്രാവൽ ഏജന്റുമാരുടെ സംഘടനയുടെ ഭാരവാഹികളെയും കണ്ട് നിവേദനം നൽകിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ സഹായവും തേടി. BKSF, KMCC, ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ, ബഹ്റൈൻ പ്രതിഭ തുടങ്ങിയ സംഘടനകൾ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തി രംഗത്തുണ്ടായിരുന്നു. അതേസമയം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രവാസികളുടെ കൂട്ടായ്മ ശ്രമത്തിന്റെ ഫലമായാണ് നിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞതെന്ന് പ്രവാസി കമ്മീഷൻ അംഗം സുബൈർ കണ്ണൂർ പറയുന്നു. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഡിസംബർ 31 വരെയുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിച്ചതിനാൽ നിരവധി പേർ ഇതിനോടകം തന്നെ ഉയർന്ന നിരക്ക് നൽകി ബുക്ക് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഡിസംബർ 2, 9, 16, 23, 30 തീയതികളിൽ 38,992 രൂപയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിൽ കോഴിക്കോട് നിന്നുള്ള ടിക്കറ്റ് നിരക്ക് കാണിക്കുന്നത്. മറ്റ് വിമാന കമ്പനികൾ നിരക്ക് കുറച്ചതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസും നിരക്ക് കുറയ്ക്കാൻ തയ്യാറാകണമെന്ന് പ്രവാസി സംഘടനകളും ട്രാവൽ ഏജന്റുകളും ആവശ്യപ്പെടുന്നു. എമിറേറ്റ്സ് 125 ദിനാർ നിരക്കിലാണ് കേരളത്തിൽ നിന്ന് ദുബായ് വഴി സർവീസ് ആരംഭിച്ചത്. ഇതിപ്പോൾ 110 ദിനാറായി കുറഞ്ഞിരിക്കുന്നു. ഫ്ലൈ ദുബായ് 100 ദിനാർ നിരക്കിലാണ് കേരളത്തിൽ നിന്ന് സർവീസ് പ്രഖ്യാപിച്ചത്. എന്നാൽ ദുബായ് വിസ വേണമെന്ന നിബന്ധനയുമുണ്ട്. അതോടൊപ്പം തന്നെ 35 ദിനാർ കൊടുത്ത് ദുബായ് വിസ എടുത്താലും ഗൾഫ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയേക്കാൾ കുറഞ്ഞ നിരക്കിലെത്താൻ സാധിക്കും. എമിറേറ്റ്സിനും ഫ്ലൈ ദുബായിക്കും 96 മണിക്കൂറിനുള്ളിൽ അടുത്ത കോവിഡ് PCR ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണമെന്ന വ്യവസ്ഥയുമുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ഷെഡ്യൂൾ വരുമ്പോഴേക്കെങ്കിലും നിരക്ക് കുറയുമോ എന്ന് കാത്തിരിക്കുകയാണ് പ്രവാസികൾ. മറ്റു വിമാനങ്ങളിൽ കൂടുതൽ ലഗേജ് അനുവദിക്കുമ്പോഴാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ കുറഞ്ഞ ലഗേജും കൂടുതൽ നിരക്കുമെന്ന സ്ഥിതിയുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.